ഇന്നത്തെ വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് വിറ്റാമിൻ സി സെറം ഉണ്ടാക്കാം എന്നുള്ളതാണ്. വിറ്റാമിൻ സി സെറം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വിറ്റാമിൻ സി പൗഡറാണ്. അതായത് എൽ അസ്കോർബിക് ആസിഡ് എന്നുള്ളതാണ് വിറ്റാമിൻ സി പൗഡർ. അടുത്തത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഇത് നോർമൽ ഗ്ലിസറിൻ അല്ല, വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു ഡാർക്ക് കളേർഡ് ബോട്ടിലാണ് ആവശ്യമുള്ളത്. വിറ്റാമിൻ സി സെറം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ്. ഇതിനായിട്ട് നിങ്ങൾ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അസ്കോർബിക് ആസിഡ് ആണ്, അതായത് വിറ്റാമിൻ സി പൗഡർ. 1/2 ടേബിൾ സ്പൂൺ ആണ് വിറ്റാമിൻ സി പൗഡർ ആഡ് ചെയ്യുന്നത്. ഇനി ഈ 2 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. ഒരു ടീസ്പൂൺ ഗ്ലിസറിനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഗ്ലിസറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആവണം. ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിത് ബോട്ടിലിലേക്ക് സ്റ്റോർ ചെയ്യാം. ഇതുപോലത്തെ ഒരു ഡാർക്ക് ബോട്ടിലിൽ വേണം സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആയി പോവും, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. നമ്മൾ സാധാരണ ക്രീംസ് യൂസ് ചെയ്യണ പോലെ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും ഇതിന് ആവശ്യമില്ല. ജസ്റ്റ് 2 or 3 ഡ്രോപ്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.